ഇടുക്കി പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ താൽക്കാലികമായി മാറ്റിയ കേന്ദ്രത്തിനെതിരെ പരാതി. താമസിപ്പിച്ചത് സുരക്ഷയും വൃത്തിയുമില്ലാത്ത പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെന്ന നിവാസികൾ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പന്നിയാർപ്പുഴയോരത്തെ 88 കെട്ടിടങ്ങൾ പൊളിച്ചത്. രണ്ടാം ദിവസവും പൂപ്പാറയിലെ പന്നിയാർ പുഴയോര കയ്യേറ്റങ്ങൾ നീക്കുന്ന നടപടികളിലാണ് റവന്യൂ വകുപ്പ്. 29 വീടുകളും 3 ആരാധനാലയങ്ങളുമടക്കം 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. ഇതിൽ സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർക്കായി നിലവിൽ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. പൂപ്പാറ ടൗണിൽ തന്നെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് കുടിയിറക്കപ്പെട്ട നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചത്. വൃത്തിയോ സുരക്ഷയോ ഇല്ലാത്ത തുറന്ന ഹാളിൽ ശുചിമുറി സൗകര്യം പോലുമില്ലെന്ന് കുടുംബങ്ങൾ പറയുന്നു. தலையை வச்சுக்கிட்டு இருக்க முடியாது. பாத்ரூம் இந்த மாதிரி இருக்கு. தலையை வச்சுக்கிட்டு சாப்பாடு ராத்திரி மேடிச்சு கொண்டு வந்து பாத்திரம் நாங்க எங்க போய் கழுவறது எதுவுமே பாத்திரம் கழுவா சௌகரியம் இல்ல, குளிക്കാൻ സൗകര്യം ഇല്ല, തുണി അലക്കാൻ സൗകര്യം ഇല്ല. തലേനെ പോണെങ്കിൽ എടുത്തോണ്ട് പോകണം. ഞങ്ങൾക്ക് ഒരു വീട് എവിടെങ്കിലും ഇവർ സംഘടിച്ച് തന്നാ ഒരു വീട് കെട്ടി തരുന്നത് വരെ അവിടെ ഞങ്ങൾ നിന്നോളാം, ഞങ്ങൾ പോവില്ലെന്നൊക്കെ പറയില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ വിഷമടിച്ച് ചത്താലും കുഴപ്പമില്ലെന്ന മോനെ ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു സൗകര്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല. പാർട്ടിയിലും പറഞ്ഞ് 20-ൽ ഞങ്ങൾ അവസ്ഥ വച്ചത് അവിടെ പഞ്ചായത്തിൽ ചെന്ന് നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ചെയ്തു പോയി. ഞങ്ങൾ 2-3 പിള്ളേരുണ്ട്. എന്റെ മകൾക്കാണെങ്കിൽ കെട്ടിയവനില്ല, 4 മക്കളുണ്ട്. ഞങ്ങൾ എവിടെ പോവാനാ? കുടിയിറക്കപ്പെട്ടവരിൽ അർഹരായവർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുടുംബങ്ങളിൽ 15 കുടുംബങ്ങളാണ് വീട് സ്ഥലവും ഒന്നുമില്ലാത്തവരായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആ 15 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ തീരുമാനവും കുടുംബങ്ങളുടെ ലിസ്റ്റുമെല്ലാം കളക്ടർക്ക് നേരിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അവരെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളക്ടർ പ്രത്യേക നിർദ്ദേശം സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ട് അവരെ 15 പേരെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനകം സ്ഥലവും വീടും നൽകി അവരെ സ്വന്തമായി വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നുള്ളതാണ് ആദ്യമായി തീരുമാനിച്ചിട്ടുള്ളത്. ലയങ്ങളിൽ താമസിക്കുന്നവരാണ് ഇറക്കിവിട്ട കുടുംബങ്ങളുടെ ബന്ധുക്കളിൽ ഭൂരിഭാഗവും. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കുടിയൊഴിപ്പിക്കൽ കാരണം പെരുവഴിയിലായത്. ന്യൂസ് മലയാളം, ഇടുക്കി.